അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൻ നഈമിലും ഇതേ പ്രകാരം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരളത്തിലിപ്പോ പ്രമുഖമായ 2 പ്രഭാഷണ പരമ്പരകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ പറയാൻ വേണ്ടി മാത്രവും, മറ്റൊന്ന് അവിടുത്തെ അഹ്ലുബൈത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മുതൽ ബഹുമാനപ്പെട്ട മഹ്ദിയുൽ മുൻതളിർ റളിയല്ലാഹു തആല അൻഹു വരെയുള്ള അഹ്ലുബൈത്തിൽപ്പെട്ട മഹത്തുക്കളായ ആളുകൾ അവരവരുടെ കാലത്ത് നിർവഹിച്ചു പോന്ന ഈ ദീനിനെ ഹയാത്താക്കിയ രൂപങ്ങളും അവർ ഈ ദീനിനു വേണ്ടി നടത്തിയ ജിഹാദുകളും അവർ അഭിമുഖീകരിച്ച പ്രതിസന്ധികളുമൊക്കെ വിശദീകരിച്ചുകൊണ്ട് അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ ദീനിന്റെ ഒരു പ്രധാനപ്പെട്ട തൂണിനെ കുറിച്ച് ഉസ്താദ് സംസാരിക്കുന്ന ഒരു പ്രഭാഷണവും നിലവിൽ നടക്കുന്നുണ്ട്. അള്ളാഹു അതൊക്കെ അതിന്റെ ഉദ്ദേശത്തോടെ നല്ല ഖൈറിൽ അള്ളാഹു അതൊക്കെ എത്തിച്ചു തരട്ടെ. ഇപ്പം മൂന്നാമതായിക്കൊണ്ട് സർവശക്തനായ ജഗന്തിയന്താവായ അള്ളാഹുവിനെ സംബന്ധിച്ച് മാത്രം പറയാനായിക്കൊണ്ട് ഇവിടെ ഒരു സദസ്സ് ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. ഈ ലോകവും അതിലുള്ള സർവ്വതും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനായ ഒരു ശക്തി, അള്ളാഹുവാകുന്ന ആ ശക്തി, ആ ശക്തിയെക്കുറിച്ചു പറയാൻ വേണ്ടി തന്നെയാണ് 1,24,000 അംബിയാ മുർസലുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ, ഈ പ്രപഞ്ചത്തെ പടച്ച് പരിപാലിക്കുന്ന, നമുക്ക് തിന്നാനും വായുവും ജലവും തരുന്ന ഈ ലോകത്തിന്റെ യഥാർത്ഥ ശക്തിയെ സംബന്ധിച്ച് പറയാനാണ് ഇവിടെ മുഴുവൻ പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ ആദം നബി വരെയുള്ള മുഴുവൻ അമ്പിയാക്കളും ഇവിടെ ആഗമനം ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടിയാണ്. വളരെ പവിത്രമായ ഒരു മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ സദസ്സുകൊണ്ട് ആത്യന്തികമായി നമ്മൾ ഉദ്ദേശിക്കേണ്ട ലക്ഷ്യത്തെക്കുറിച്ചും നമ്മുടെ ജീവിതയാത്രയിൽ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട നമ്മുടെ ദൗത്യത്തെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി സൂചിപ്പിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ലോകത്ത് തന്നെ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള, എന്നാൽ നമ്മൾ അറിയേണ്ട, തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഗഹനമായ ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ വിജ്ഞാന സദസ്സ് ഇവിടെ സമാരംഭം കുറിക്കുന്നത്. ലോകത്ത് ഒരുപാട് വിജ്ഞാന മേഖലകളെ നമുക്ക് പരിചയമുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹതഭാഗ്യൻ എന്ന് പറയുന്നത് ഒരുപാട് വിജ്ഞാന മേഖലകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് സയൻസും ടെക്നോളജിയും അതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്രവും ഗോളശാസ്ത്രവും ഒക്കെ പഠിച്ച് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ വെച്ചിട്ട് പോലും അതിന്റെ പിന്നിൽ അതിന്റെ സത്തയായിട്ടുള്ള, ലോകരക്ഷിതാവായിട്ടുള്ള അള്ളാഹുവിനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയാൽ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹതഭാഗ്യൻ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയാനും ചിന്തിക്കാനും ഒരിത്തിരി സമയം നീക്കിവെക്കാൻ പര്യാപ്തമായ ഈ പഠന ക്ലാസ് തീർച്ചയായും അള്ളാഹു അനുഗ്രഹിച്ചാൽ നമ്മുടെ വിശ്വാസം, ഈമാൻ വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു സന്ദേഹവുമില്ല. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇവിടെ പറഞ്ഞതുപോലെ 2 മണിക്കൂർ വീതം മാറ്റിവെച്ച് ഒന്ന് ആലോചിക്കാനും പഠിക്കാനും സമയം കണ്ടെത്തുകയാണെങ്കിൽ ഈ സന്ദേശം നമ്മുടെ സുഹൃത്തുക്കൾ കൂടി കൈമാറി അടുത്ത ആഴ്ചകളിൽ കൂടുതൽ ആളുകൾ എത്തിക്കാൻ സാധിക്കുമെങ്കിൽ ഈമാൻ വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദയാവയ്പ് കൊണ്ട് അള്ളാഹുവിനെ കൂടുതൽ അടുത്തറിയാനും ഇസ്ലാമിക സമൂഹത്തിന് ഇസ്സത്ത് പകർന്ന വിധത്തിലുള്ള ഒരു സമൂഹത്തിന്റെ പുനർനിർമ്മിതിക്കായി പ്രവർത്തിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുഅ്മിനീങ്ങളെ,
ഈ ക്ലാസിന്റെ ഒന്നാമത്തെ പ്രചോദനം എനിക്കു തന്നെയാണ്. ഈ ക്ലാസ് കൃത്യമായും എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ക്ലാസ്സാണ്. സുഗന്ധം ഒരാൾ സ്വീകരിച്ച് അവൻ സൗഗന്ധികനാകുമ്പോൾ അതിൽ യഥാർത്ഥത്തിൽ അതിന്റെ ഫലം ആസ്വദിക്കുന്നവൻ അവൻ തന്നെയാണ്. അവന് വേണ്ടിയല്ലാതെ ആരെങ്കിലും സുഗന്ധം പൂശിയാൽ അവൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിവേഷം കിട്ടിയവനുമാണ്. പിന്നെ നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയിൽ യോജിക്കുക എന്നതാണ് ഇവിടെ ലക്ഷ്യം. അള്ളാഹുവിനെ പറ്റിയാകുമ്പോൾ അവിടെ വലിയ പ്രത്യേകതയുണ്ട്. ഒരു ഖുദ്സിയായ ഹദീസ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നത് അന ഇൻദ വന്നി അബ്ദി ബി എന്നാണ്. എന്റെ അടിമ എന്നെക്കുറിച്ച് എങ്ങനെ ഭാവിക്കുന്നോ അവിടെയെല്ലാം ഞാനുണ്ട് എന്ന് അന ഇൻദ വന്നി അബ്ദി ബി, അതിന്റെ സമീപത്ത്, അതിന്റെ ചാരത്ത്, ആ സന്ദർഭത്തിൽ അവിടെയെല്ലാം ഞാനുണ്ടാകും എന്ന് അള്ളാഹു പറയുന്നതായി മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇദാ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി വഇദാ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹും എന്ന് മുഹമ്മദ് മുസ്തഫ. അവന്റെ സ്വന്തം ആത്മാവിൽ അവന്റെ അന്തരംഗം മന്ത്രിക്കുന്ന വിധത്തിലാണ് അവൻ എന്നെ പറയുകയും അവന്റെ അന്തരംഗം അവൻ എന്നെ പറയുകയും ഓർക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്റെ സ്വന്തത്തിൽ അവനെക്കുറിച്ച് ഓർക്കുകയും പറയുകയും ചെയ്യും. ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ അവൻ എന്നെക്കുറിച്ച് പറഞ്ഞാൽ അവരെക്കാൾ നല്ലൊരു സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ അവനെ പറയും എന്ന് മുഹമ്മദ് മുസ്തഫ. ഇതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ സവിധത്തിൽ മലയിൽ പറയുകയല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ലക്ഷ്യവും ഇതിന്റെ പിന്നിൽ ഇല്ലെന്ന് വളരെ താഴ്മയായി ഞാൻ അറിയിക്കുകയാണ്. ഇത് എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്റെ താടിരോമങ്ങൾ നരച്ചുപോയി എന്നതാണ്. സമയമൊക്കെ കഴിഞ്ഞു എന്ന ചിന്ത എത്രയോ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. അതിന് സന്ദർഭം അള്ളാഹു ചെയ്ത അനുഗ്രഹം വളരെ വലുതാണ്. ഇത് പറയുന്നതിന് മുമ്പ് മരിച്ചു പോയിരുന്നെങ്കിൽ അള്ളാഹു അത് എത്ര വലിയ നഷ്ടമാകും എന്നോർത്തു പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹം എത്ര വലുതാണ്. ഈ രാവിലെ നിങ്ങളൊക്കെ ഇവിടെ വരണമെങ്കിൽ നിങ്ങൾ എവിടെ നിന്നൊക്കെ വരണം. കോയമ്പത്തൂരിൽ നിന്ന് വന്ന ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്, കാസർകോട്ട് നിന്ന് വന്നവരുണ്ട്, തൃശ്ശൂരിൽ നിന്ന് വന്ന ആളുണ്ട്. അവർ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം യാത്ര തുടങ്ങിയതാണ്. ഈ 2 മണിക്കൂറിന് വേണ്ടിയാണ് അവർ വരുന്നത്. പക്ഷെ അവർക്കൊരിക്കൽ നഷ്ടം വരില്ല. അവർ വരുന്നത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹു ചെയ്ത അനുഗ്രഹം അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ എന്ന് പറയുന്നുണ്ട്. ചിന്തിക്കുകയും മനനം ചെയ്യാനും കരുത്തുള്ള 2 കണ്ണുകൾ ഞാൻ അവൻ നൽകി. കണ്ണ് എന്നത് സത്യത്തിൽ ബുദ്ധിയുടെ കാരിയറാണ്. കേവലം കണ്ണല്ല കണ്ണ്. ഇന്നലിൽ മുഅ്മിനി 4 അയുനിൻ ഐനാനി ഫീ വജ്ഹിഹി വഐനാനി ഫീ ഖൽബിഹി എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. മുഅ്മിനായ മനുഷ്യന് 4 കണ്ണുണ്ടാകും. ഐനാനി ഫീ ജസദിഹി, ഒന്നവന്റെ ഫീ വജ്ഹിഹി, അവന്റെ മുഖത്താണ് 2 കണ്ണ്. അത് ദുന്യവിയായ ജൽബുൽ മനാഫിഅ ദഫഉൽ മളാർ എന്നതിന് മാത്രം ഉപകരിക്കും. അതിനാകട്ടെ സകല സൃഷ്ടികളും അവന്റെ പങ്കുകാരുമാണ്. ആന, സിംഹം, പോത്ത്, കടുവ, കരടി തുടങ്ങി ഉറുമ്പ് വരെയും ലോകത്തുള്ള സകല ജന്തുക്കൾക്കും ഈ 2 കണ്ണുണ്ട്. ഈ കണ്ണുകൾ കൊണ്ട് അതിന്റെ സാന്ദർഭികമായ നേട്ടം അത് നേടും. പിന്നെ അതിനെ ആക്രമിക്കുന്ന ഇരയിൽ നിന്ന് അത് രക്ഷപ്പെടാൻ ശ്രമിക്കും. ജൽബുൽ മനാഫിഅ ദഫഉൽ മളാരി ദുന്യവിയ, ദുന്യവിയായ ഉപകാരത്തെ നേടലും ഉപദ്രവത്തെ തടയലുമാണ് ഈ കണ്ണിന്റെ പ്രത്യേകത. എന്നാൽ ഈ കണ്ണ് പ്രതിനിധാനം ചെയ്യുന്ന അടിസ്ഥാനപരമായ 2 കണ്ണുകൾ ഇവിടെയുണ്ട്. ആ കണ്ണാണ് യഥാർത്ഥത്തിൽ മുഅ്മിനിന്റെ കണ്ണ്. ആ കണ്ണിനെ പറ്റിയാണ് ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ
വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫി സുദൂർ എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ പറയുന്നത്. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإنها لا تعمى الأبصار فإنها لا تعمى الأبصار فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. യഥാർത്ഥ അന്ധത ബാധിക്കുന്നത് ഈ കണ്ണിനല്ല. ഈ കണ്ണിന് അന്ധത ബാധിച്ചാൽ ഒന്നും നഷ്ടപ്പെടാനുമില്ല. ഈ കണ്ണിന് അന്ധനായ ഒരാളുണ്ടായിരുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. ആ കണ്ണിന്റെ പ്രൗഢമായ വെളിച്ചം എന്തൊരു തേജസ്സുറ്റതായിരുന്നു. ഫകശഫനാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ് എന്നൊരു വാക്കുണ്ട് സൂറത്തു ഖാഫിൽ. കണ്ണൊന്ന് തുറന്നു നോക്ക്, കണ്ണൊന്ന് തുറന്നു നോക്ക്. അല്ലാഹുവിനെ അറിയാത്തവനോട് അന്ത്യനാളിൽ പറയും, എന്റെ ദൃഷ്ടാന്തങ്ങൾ ധാരാളം കണ്ടിട്ട് നിന്റെ കണ്ണിന് മൂർച്ച കിട്ടിയില്ല, എന്റെ ദൃഷ്ടാന്തങ്ങളെ കാണാൻ അന്ന് നിനക്ക് കഴിഞ്ഞില്ല. ഇന്ന് നീ ഫകശഫനാ അൻക ഗിതാഅക, ദുനിയാവിന്റെ മൂടി നിന്റെ മുഖത്തുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അന്ന് നിനക്ക് മൂടി കൊണ്ട്, ദുനിയാവിന്റെ ആഗ്രഹങ്ങൾ കൊണ്ട് മൂടിയിട്ട നിന്റെ കണ്ണിന് എന്റെ ദൃഷ്ടാന്തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. ഫകശഫനാ അൻക ഗിതാഅക, ഇന്ന് ആ മൂടിയെ ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഫബസറുക അൽയൗമ ഹദീദ്, ഇന്ന് നിന്റെ കണ്ണിന് ഇരുമ്പിനെ പോലെ മൂർച്ചയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇരുമ്പെന്ന് പറയാൻ കാരണം ഭൗതിക ലോകത്ത് ഏറ്റവും കൂടുതൽ മൂർച്ചയുള്ള വസ്തു ഇരുമ്പാണ് എന്നതുകൊണ്ടാണ്. ചിന്തിക്ക്. എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ ഹദീദിന്റെ കണ്ണ് ഇവിടെ ചില ആളുകൾക്ക് കിട്ടും. അവർക്ക് ചിലപ്പോൾ ഈ കണ്ണ് പൊട്ടിപ്പോയിട്ടുണ്ടാവും. അതിൽപ്പെട്ട ഒരാളാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. ഇടവിട്ടടഞ്ഞ് 5 വഖ്തിലെ ജമാഅത്തിന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വരുന്ന മഹാനായ കണ്ണ് അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം, അല്ലാഹു അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു ആ മഹാ സൗഭാഗ്യമുള്ള കണ്ണ് പരലോകത്ത് ലഭിക്കുന്ന അവരുടെ കൂട്ടത്തിൽ അവരെ ചാരെ അല്ലാഹു നമ്മളെയും ആക്കി തരട്ടെ. ചിന്തിക്ക്, വളരെ ചിന്തിക്ക്. ഇവിടെ അവർക്ക് ഈ കണ്ണ് തുറന്നിരുന്നു. നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ എല്ലാവർക്കും ഈ കണ്ണ് തുറന്നിരുന്നു. നമുക്ക് ഭൗതികമായ ആരാധനകളുടെ ആട്ടങ്ങളുണ്ടായി, ഈ കണ്ണ് അടഞ്ഞുപോയി എന്നതാണ് ഈ ക്ലാസിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. വിവരം പഠിച്ചു എന്ന് അഭിമാനിക്കുന്നവർക്ക് പോലും അകക്കണ്ണ് അടഞ്ഞുപോയതാണ് ഈ ക്ലാസ് തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതെന്റെ നേതാവ് സനാഉല്ലാഹ് തങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതല്ല, ഞാൻ പറയേണ്ടത് അദ്ദേഹം പറഞ്ഞതാണ്. അകക്കൺ തുറന്നൊന്ന് നോക്കിക്കേ കേടാ, അകക്കൺ തുറന്നൊന്ന് നോക്കിക്ക കേടാ എന്ന് പറയുന്നുണ്ട് മലയാളത്തിലെ ബൗദ്ധികനായ കവി ശുജാഇ മൊയ്ദ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറൊരുക്കിയത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ ചാരെ ജന്നത്തുൽ മുഹല്ലയിലാണ്. നമ്മൾ ചിന്തിക്കണം. അകക്കൺ തുറന്നൊന്ന് നോക്കിക്ക കേടാ എന്ന് പറയുന്നത്. ഇവിടുത്തെ കണ്ണ് തുറക്ക്. ഇവിടെ കണ്ണ് തുറന്നാലോ ഇത് വല്ലാത്തൊരു കണ്ണാണ്. ഈ കണ്ണ്, ഈ കണ്ണ് തുറന്നിട്ടില്ലെങ്കിലോ അവൻ അന്ധനാ, പരലോകത്ത് അന്ധനാവും. ചിന്തിക്ക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നോക്കുന്ന ഈ തുറക്കലിന് തുറന്നിട്ടില്ലെങ്കിൽ പരാജയമാണ്. ومن كان في هذه أعمى فهو في الآخرة أعمى وأضل سبيلا. نعوذ بالله نعوذ بالله نعوذ بالله. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കാമീൻ പറയും, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ അള്ളാഹുവിന്റെ മലായിക്കത്ത് ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്തുകൊണ്ട് സയ്യാഹികളായ മലക്കുകൾ ഇവിടെ വരുമെന്നാണ് നമ്മുടെ തേട്ടം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. എന്തുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമില്ല.
ومن كان في هذه أعمى فهو في الآخرة أعمى. ഇവിടെ ആരെങ്കിലും അന്ധനായാൽ അവിടെയും അന്ധനായിരിക്കും. ومن كان في هذه أعمى, ഈ ഭൗതിക ലോകത്തൊരാൾ അന്ധനായാൽ فهو في الآخرة أعمى وأضل سبيلا, ഏറ്റവും പരസ്യമാർഗിയാവും. ഏറ്റവും പരസ്യമാർഗം നരകത്തിലേക്കാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. മനസ്സ് തുറക്കുക, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു ഇവിടെ അന്ധനാകുന്നതിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ അന്ധനാകരുത്, ആവൂല, ആവാൻ പറ്റൂല. ഭൂമി മുഴുവനും അന്ധത ബാധിക്കുകയാണ്. നമ്മൾ വെള്ളക്കുപ്പായം കൊണ്ട് ഓട്ടയടക്കാണ് എല്ലാവരും. ചിന്തിക്കുക. അകം ശുദ്ധിയാക്കാതെ പുറമിനുക്കല്ലേ, കക്കൂസിനുള്ളൊരു എടുക്കല്ലേ. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കല്ലേ, പുറത്ത് നന്നാക്കിയിട്ട് ഓട്ടടക്കം എല്ലാവരും. നമ്മളൊക്കെ നമ്മൾ കഴുകിയേ മതിയാവൂ, നമ്മൾ കഴുകിയേ മതിയാവൂ. ومن كان في هذه أعمى فهو في الآخرة أعمى وأضل سبيلا. ഇവിടെ ആരെങ്കിലും അന്ധനായാൽ അവിടെയും അന്ധനായിരിക്കും. അല്ലാഹു കാക്കട്ടെ. എന്നാ ഇവിടെ അന്ധൻ, ഇവിടെ പ്രത്യക്ഷത്തിൽ അന്ധൻ, അവിടെ അന്ധൻ അല്ലാത്തത് നമ്മൾ കണ്ടു. മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂം, അവർ പ്രത്യക്ഷത്തിൽ ഇവിടെ അന്ധനാണ്, അവിടെ അന്ധൻ അല്ല. എന്നാൽ ഇവിടെ കണ്ണുള്ള ഒരുപാട് ആളുകളുണ്ട്. അബൂജഹലിന് ഇവിടെ കണ്ണുണ്ടായിരുന്നു, ലഅനത്തുല്ലാഹി അലൈഹി. പക്ഷെ അവൻ അന്ധനായിരുന്നു, അവിടെ അന്ധനായിരിക്കും. ഫിർഔൻ വലിയ കണ്ണുള്ളവനായിരുന്നു, പക്ഷെ അള്ളാന്റെ അടുക്കൽ അന്ധനാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്ത് ഫിർഔന് കുഞ്ഞുമോനെ, നമ്മളുടെ വാതിൽ നമ്മൾ കൊട്ടിയടച്ചപ്പോൾ നമ്മൾ തന്നെ അങ്ങനെ ആവുകയല്ലേ? ദുനിയാവിന്റെ പിന്നാലെ ഓടല്ലേ, പിന്നെ അടഞ്ഞു പോകൂലേ? വളരെ ചിന്തിക്കണം. ദീന് പോലും ദുനിയാവിന് വേണ്ടിയാവുന്ന കാലം, ദീനിന് വേണ്ടിയല്ലാതെ പഠിക്കുന്ന കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ കാലം വരും. ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും നികൃഷ്ടരായ പണ്ഡിതന്മാർ അല്പമെങ്കിലും ഉണ്ടാകും, നല്ലവരുണ്ടാകുമെങ്കിലും വിവരം പറഞ്ഞു കൊടുക്കുന്നവർ പോലും അന്ധനായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. വിവരത്തിന് വെള്ളം പോലും ചെളിയായി മാറി എന്ത് ചെയ്യും? എല്ലാവർക്കും അന്ധത ബാധിച്ച എന്ത് ചെയ്യും? എല്ലാവർക്കും. അപ്പൊ ഒരു തിരിച്ചറിവാണ് ഈ ക്ലാസ്സിലെ ലക്ഷ്യം. ഇവിടെ അന്ധൻ അവിടെയും അന്ധൻ. അള്ളാഹു ഇവിടെ അന്ധനാവുന്നതിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെ ഇവിടെ അന്ധനാവാതിരിക്കാൻ എന്താ മാർഗമുണ്ട്. തഅമ്മൽ ഫുതൂറൽ കായിനാതി ഫഇന്നഹാ മിനൽ മലഇൽ അഅ്ലാ ഇലൈക റസായിലു. തഅമ്മൽ ഫുതൂറൽ കായിനാതി ഫഇന്നഹാ മിനൽ മലഇൽ അഅ്ലാ ഇലൈക റസായിലു വഖദ് ഖുത്ത ഫീഹാ ലൗ ഖറഅത ഫുതൂറഹാ അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു. വസ്തുവിന്റെ പ്രതലങ്ങൾ, പരമാണു മുതൽ പരമാണ്ഡ ഘടകങ്ങൾ വരെയും അതിന്റെ പ്രതലങ്ങൾ നീ ഒന്ന് വായിക്ക്, എല്ലാം നീ ഒന്ന് വായിക്ക്. പരമാണു മുതൽ നീ വായിക്ക്, പരമാണ്ഡ ഘടകം നീ വായിക്ക്, പുല്ലിനെ വായിക്ക്, പുഷ്പത്തെ വായിക്ക്, വൃക്ഷത്തെ വായിക്ക്, ലതകളെ വായിക്ക്, എല്ലാം വായിക്ക്. നീ നിന്നെ വായിക്ക്, നീ ആരാ? فرأيتم ما تمنون أأنتم تخلقونه أم نحن الخالقون. سبحان الله ഒന്ന് പറഞ്ഞാലേ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു.
തൊട്ടാൽ അറപ്പുള്ള, കണ്ടാൽ അറപ്പുള്ള, വാസനിച്ചാൽ ഏറ്റവും വൃത്തികെട്ട അറപ്പുള്ള ഒരു തുള്ളി, ഒരു ശുക്ലബിന്ദുവിന്റെ അല്പഭാഗം ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പിതാവിൽ നിന്ന് തെറിച്ചു പുറപ്പെട്ടതാണ്. അതുപോലും നിന്റേതല്ല, അതും നിന്റേതല്ല. നീ നിന്റെ പെണ്ണിന്റെ ഗോപ്യാവയവത്തിലേക്ക് നിക്ഷേപിച്ച മനീനെ പറ്റി എപ്പോഴെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ? أأنتم تخلقونه أم نحن الخالقون അത് സൃഷ്ടിച്ചത് നീയാണോ നാമാണോ? കുട്ടിയല്ല എന്തുപോലും, ശുക്ലബിന്ദുപോലും അത് പടച്ചവനായ അല്ലാഹ്. നീ നിനക്കെന്താണ് ലാഭം? നീ സുഖം കഴിച്ചു. നിന്റെ സ്ത്രീയിൽ നിന്ന്, നിന്റെ പെണ്ണിൽ നിനക്ക് എന്ത് കിട്ടിയ സുഖം? ചിന്തിക്ക. നീ പോലും ഒരു വേള ചിലപ്പോൾ അറിയാതെ നിന്നിൽ നിന്ന് ഒരു തുള്ളി ശുക്ലബിന്ദുവെ പെണ്ണിന്റെ ഗർഭപാത്രത്തിലേക്ക് തെറിച്ച് നിക്ഷേപിക്കപ്പെട്ടു. അതുപോലും നിന്റേതല്ല, അത് തെറിക്കാനുള്ള ഊർജവും നിന്റേതല്ല. അത് വന്നലിവിടുന്ന് مما عند فقه يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر. അതൊക്കെ അല്ലാഹുവിന്റേതാണ്. നീ തന്നെ നിന്റേതല്ല. നീ ചിന്തിക്ക്. തഅമ്മൽ ഫുതൂറൽ കായിനാത്ത്. എല്ലാ വസ്തുവിന്റെയും പ്രതലം നീ ഒന്ന് വായിക്ക്. നീ നിന്നെ വായിക്ക്. ഈ ചെറുവിരലിനെ വായിക്ക്. എന്റെ സ്നേഹിതൻ ഹമീദ് വൈസി ഇവിടെ അമേരിക്കയുടെ വൈറ്റ് ഹൗസിനെ പറ്റി പറഞ്ഞല്ലോ. ലോകത്തിന്റെ ശതാധിപതിയായി വാഴുന്ന അയാളുടെ ഈ വിരൽ ഇന്ന് രാവിലെ നിവരുന്നില്ല എന്ന് സങ്കല്പിച്ചാൽ ഈ ലോകം മുഴുവനും ഫിദിയ കൊടുത്താലും അത് നിവർത്താൻ അല്ലാഹു അല്ലാത്തൊരാൾക്ക് സാധ്യമല്ല. അവനാണ്. പറ, അവനാണ് അല്ലാഹു. അവനാണ്. നമ്മുടെ മുമ്പ് 40 കൊല്ലം മുമ്പ് വരെയുള്ള മനുഷ്യന്മാർക്ക് ഇംഗ്ലീഷ് അറിയുന്നില്ല, പക്ഷെ അവർക്ക് അല്ലാഹ് അറിയുന്നു. എന്റെ വല്ലിപ്പ കണ്ണ് പൂട്ടുന്നതിനിടയിൽ കണ്ണിനെ നിർത്തിയിട്ട് താഴെ കണ്ടത്തിലിറങ്ങി ഉളു കൊടുക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്റെ വല്ലിപ്പാർക്ക് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാന്റെ നാമത്തിൽ എന്ന് പോലും അറിയുമായിരുന്നില്ല. ബിസ്മി അറിയും, അതിന് വായനറിയില്ല. തനിനാടൻ എന്റെ വല്ലിപ്പയാണ് എനിക്ക് ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞത്. ആ വല്ലിപ്പയോടുള്ള ഒരു കടമയാണ് ഞങ്ങളെ മുന്നിലിരിക്കുന്നത്. അതൊരു ദൗത്യമാണ്. ഈ മനുഷ്യനെ ഞാൻ പഠിച്ചില്ല, ഇപ്പോഴേ പഠിച്ചത്. ഞാൻ എന്റെ വല്ലിപ്പാനെ വായിക്കാൻ തുടങ്ങിയിട്ട് ചില്ലറ കൊല്ലായിട്ടുള്ളൂ. കന്നുപൂട്ടുന്നതിനിടയിൽ താനെ ഗ്രാമീണനായ കർഷകൻ, ഒന്നും അറിയൂല. അലിഫുംബാവും കൂട്ടി വായിക്കാനല്ലാതെ ഒന്നും അറിയൂല. കന്ന് പൂട്ടുന്നതിനിടയിൽ കന്നിനെ നിർത്തിയിട്ട് താഴെ കണ്ടത്തിലിറങ്ങി ഒന്നുകൊടുക്കും. എന്താണത് നന്നറിയൂല, ഇന്നറിയും. എന്തുകൊണ്ട്? കന്ന് പൂട്ടുന്നതിനിടയിൽ ഒന്ന് മുറിഞ്ഞിട്ടുണ്ടാവും. ഇനി ഒരടി വെക്കൂല. ഇനി ഒരടി വെക്കണമെങ്കിൽ ഉളൂണ്ടാകണം. ഉളൂയില്ലാത്ത ഒരു യക്കളത്ത് അവർക്കുണ്ടാവുകയില്ല. ആ മനുഷ്യനെ ഖുർആന്റെ 6000ന്റെ അർത്ഥം പോയിട്ട് ബിസ്മിയുടെ മാന പോലും എന്റെ വല്ലിപ്പാക്ക് അറിയുകയില്ല. പക്ഷേ റബ്ബിനെ അറിയും. ഒന്നും അറിയൂല. നമുക്കെല്ലാം അറിയും. അള്ളാനെ അറിയൂല. എല്ലാം അറിയും, അള്ളാനെ അറിയൂല. നമ്മളെ മുമ്പുള്ളവർക്ക് ഒന്നും അറിയൂല. അള്ളാഹുവിനെ അറിയുന്നത് കൊണ്ടാണ് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അള്ളാഹ് പറഞ്ഞാൽ അവർ കരഞ്ഞു പോവും. അള്ളാഹ് കരയും. അവർ അന്ധരായിരുന്നില്ല, നമ്മൾ അന്ധരായിരുന്നു. അന്ധനാ. നമ്മൾക്കിപ്പോൾ ചൊവ്വയിലേക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചൊവ്വയിൽ വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന തിരക്കിലാണ് ആധുനിക മനുഷ്യൻ. അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ തെളിനീരുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ പച്ചപ്പ്, അവന്റെ അള്ളാഹുവിന്റെ
റത്ബും ബിദിക്രില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നീ നിന്റെ നാവിനെ പച്ചയാക്കണമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ ആരോടാ പറഞ്ഞത്? മുആദ് ഇബ്നു ജബലിനോട് റളിയല്ലാഹു അൻഹു. സദാ സമയത്തും ദാക്കിറായിരുന്നു മുആദ് ഇബ്നു ജബൽ. ഒന്നോർക്കപ്പറ. നിങ്ങൾക്കറിയോ മുആദിനെ പറ്റി മുത്തനബി പിന്നെ പറഞ്ഞെന്താ? ഹാദാ മുആദുൻ യഗ്തി യൗമൽ ഖിയാമ അമാമൽ ഉലമാ. എപ്പോഴും ദാക്കിറ മുആദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയോ എന്റെ ഈ മുആദിനെ പറ്റി? യഗ്തി യൗമൽ ഖിയാമത്തി ഹാദാ മുആദ് യഗ്തി യൗമൽ ഖിയാമത്തി അമാമൽ ഉലമാ. ഏത് കാലഘട്ടത്തിന്റെയും ഉലമാക്കളെ മുന്നിലായിരിക്കും എന്റെ മുആദ് വരിക എന്ന് മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ. എല്ലാത്തിന്റെയും അടിസ്ഥാനമായ പരിശുദ്ധ ഇജ്തിഹാദിന്റെയും അടിസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആദ്. ഇമാമുന ശാഫിഈ ഇജ്തിഹാദിൽ ലക്ഷ്യം പിടിച്ചത് മുആദിൽ നിന്നാണ് റളിയല്ലാഹു അൻഹു. അതാക്കിറാ. ഇന്നലെ വരെയുള്ള മനുഷ്യർ ഒന്നും അറിയില്ല, പക്ഷെ ദാക്കിരീങ്ങളാ. നിങ്ങൾ ചിന്തിക്കുക, അവർക്ക് അല്ലാഹുവിനെ അറിയും. നമ്മുടെ പ്രബോധനത്തിന്റെ അടിത്തറയാണല്ലോ മാലിക് ബിൻ ദീനാർ. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്. قال مالك بن دينار رضي الله عنه خرج أهل الدنيا من الدنيا ولم يذوقوا أطيب ما فيها. ദുനിയാവിന്റെ ആളുകൾ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ദുനിയാവിലെ ഏറ്റവും രസദായകമായ ചഷകത്തിൽ നിന്ന് കുടിക്കാതെയാണ് ദുനിയാവിന്റെ അഹ്ലികാർ പിരിഞ്ഞു പോവുക എന്ന് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. ചിന്തിക്കും. ഖറജ അഹ്ലു ദുനിയാ മിന ദുനിയാ. ദുനിയാവിന്റെ ആളുകൾ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുക. വലം യദൂഖു അത്യബ മാ ഫീഹാ. ഈ ദുനിയാവിലെ ഏറ്റവും രസദായകമായ പരിശുദ്ധമായ ചഷകത്തിൽ നിന്ന് കുടിക്കാനുള്ള ഭാഗ്യമില്ലാതെയാണ് ദുനിയാവിലെ ആളുകൾ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുക. മാലിക് ബിൻ ദീനാർ അവരുടെ വാക്ക് തന്നെ കൊണ്ട് തുടങ്ങാം. അവരാണ് നമ്മുടെ പ്രബോധനത്തിന്റെ പിതാവ്, മഹാനായ മാലിക് ബിൻ ദീനാർ. അപ്പോൾ കൂടെയുള്ളവർ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഫമാ ഹുവ യാ അബാ യഹ്യ, അബൂ യഹ്യ എന്താണത്? ദുനിയാവിന്റെ ആളുകൾ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ ദുനിയാവിലെ ഏറ്റവും രസദായകമായ പാത്രത്തിൽ നിന്ന് ഒരു തുള്ളി പോലും കുടിക്കാതെയാണ് അവരെ കൈപ്പുള്ളതൊക്കെ അത് കുടിക്കും. എന്ത് കുടിക്കൂല? ഏറ്റവും രസമുള്ളത് ഒരു തുള്ളി പോലും കുടിക്കാതെയാണ് ദുനിയാവിന്റെ അഹ്ലികാർ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോവുക എന്ന് മാലിക് ബിൻ ദീനാർ. അപ്പൊ ചോദിച്ചു, യാ അബാ യഹ്യ മാ ഹുവ, എന്താണത്? ആ കുടിക്കാതെ അവർ വിട്ടേച്ചു പോകുന്നത് എന്താണ്? ഫഖാല, അപ്പോൾ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഅരിഫത്തുല്ലാഹ്, അത് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അതാണ് അറിവ്. അള്ളാഹുവിനെ പറ്റിയുള്ള അറിവാണ്. അത് കുടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നഷ്ടം തന്നെയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്ക്, അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ടിയില്ല, സ്വർഗം പോലും വേണ്ടിയില്ല. വലാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി, സ്വർഗം പോലും അവരുടെ ലക്ഷ്യമില്ല. ഒന്നും ലക്ഷ്യമല്ല. അല്ലെങ്കിൽ സ്വർഗമാണോ പരമപ്രധാനമായ ലക്ഷ്യം? അത് ലക്ഷ്യമാകുന്നത് അള്ളാഹുവിനെ ആയതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ എന്റെ കൂടെ വരണം. എഴുതിയത് വായിക്കണം, എഴുതിയതിനപ്പുറം വായിക്കരുത്. ഞാൻ പറഞ്ഞ ലൈനെന്ന് മനസ്സിലാക്കണം, വളരെ ചിന്തിക്കണം. സന്ദർഭത്തിൽ നിന്നൊക്കെ അടർത്തിയെടുക്കുന്നവരുണ്ടാവും, അവർക്കൊക്കെ സ്വാഗതം. ഇതിൽ ഒരു പ്രശ്നവും. ഇത് അള്ളാഹുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വേദിയാണ്. ഇനി ഇതിന്റെ സന്ദർഭത്തിൽ ആരൊക്കെ അടർത്തിയെടുത്തിട്ട് ഉദ്ദേശത്തിനപ്പുറം ഉപയോഗപ്പെടുത്തിയാൽ അവരെ അള്ളാഹു കൈകാര്യം ചെയ്യുമെന്നല്ലാതെ അവരെ കൈകാര്യം ചെയ്യാനൊന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ വരൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്ക് സ്വർഗം പോലും ലക്ഷ്യാവില്ല. വലാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി, സ്വർഗം പോലും അവരുടെ ലക്ഷ്യം അല്ല. അല്ലെങ്കിലും ആരിഫിന് ലക്ഷ്യമല്ല എന്ന് ആസിയ ബീബി പറഞ്ഞില്ലേ? സ്വർഗമൊക്കെ രണ്ടാ ലക്ഷ്യ. ബാക്കിയോട് ഇത് ബൈത്തല്ല, നിന്റെ സാമീപ്യം, പിന്നെയാണ് സ്വർഗം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. وضرب الله مثلا للذين
آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة. ഇതാണ് എന്താ എനിക്ക് വേണ്ടതെന്താ, നിന്റെ ചാര വേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സല്ലല്ലാഹുൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹുവിന്റെ ഫിർദൗസ് ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. നോക്കി ഇങ്ങോട്ട് നോക്കണ, കണ്ണിന്റെ ഇമ വെട്ടരുത്. നബിന് കാരണം പറയാം, മുത്തു മുഹമ്മദ് മുസ്തഫ. നിങ്ങളെല്ലാവരും ഫിർദൗസ് ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹുൽ ഫിർദൗസ. നിങ്ങൾ അള്ളാഹുവോട് എപ്പോഴും ഫിർദൗസ് ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തിന്? അവിടെ കൂടുതൽ ഭക്ഷണം കിട്ടാനുണ്ട്, സൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് എന്നല്ല. സഖ്ഫുഹു അർശുർ റഹ്മാൻ എന്ന് മുഹമ്മദ് മുസ്തഫ. അതിന്റെ മുകളിലാണ് അള്ളാഹുവിന്റെ അർശ് കുടിക്കൊള്ളുന്നത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ചാരി, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനൊക്കെ എന്തൊക്കെ അർത്ഥമുണ്ട് എന്ന് അള്ളാഹുവിനെ അറിയൂ, മുത്തുനബിക്ക് അറിയൂ, എനിക്കറിയൂല. പക്ഷെ അങ്ങനെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, മുത്തു മുഹമ്മദ് മുസ്തഫ. അതിന്റെ അർത്ഥവ്യാപ്തി കണ്ടെത്താൻ എന്നെ പോലെ വിവരമില്ലാത്തൊരാൾക്ക് കഴിയൂല. പക്ഷേ സല്ലല്ലാഹുൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹുവിനോട് ഫിർദൗസുൽ അഅല ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. സഖ്ഫുഹു അർശുർ റഹ്മാൻ, അതിന്റെ മേൽക്കൂര അള്ളാഹുവിന്റെ അർശുർ റഹ്മാനാ എന്ന് മുഹമ്മദ് മുസ്തഫ. അതന്നല്ലേ പറഞ്ഞത്. തബ്ബിബ്നിലി ഇൻദക്, നമ്മളോട് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. ഓത് ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തല്ല, ജന്നത്ത് രണ്ടാമതാണ്, സ്വർഗ്ഗം രണ്ടാമതാണ്, ഇന്ത്യത്താണ് ഒന്നാമത്. അള്ളാഹിന്റെ സാമീപ്യം, അള്ളാഹു തൗഫീഖ് തരട്ടെ. സാമീപ്യത്തെ മനസ്സിലാക്കിയ ആളുകൾ അതിനപ്പുറം ഒന്നും കൊതിക്കൂല. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഇബ്നു അജീബ തങ്ങൾ ഈഖാലുൽ ഹിമമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒക്കെ കൃത്യമായി പറയാം, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈഖാലുൽ ഹിമം ബഹുമാനപ്പെട്ട ഹിക്കമിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ അത്വാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ലോക പ്രശസ്തമായ ഗ്രന്ഥമാണ്. ഷാദിലിയത്തിന് വേണ്ടി അവർ ഉണ്ടാക്കുകയും പിന്നീട് ലോകത്തുള്ള എല്ലാ അഹ്ലുത്തുർക്കും ഹഖായ അല്ലാഹുവിലേക്കുള്ള ഉസൂൽ പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ലോക പ്രശസ്ത ഗ്രന്ഥങ്ങളിൽ പ്രധാനമായ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ അത്വാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ ഹിക്കമിന് ലോകത്തെ ഒരുപാട് ഇമാമിയങ്ങൾ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിൽ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈഖാഉൽ ഹിമം എന്ന ഒരു വ്യാഖ്യാനമുണ്ട്. അവിടെ അതിലൊരു ഹദീസ് പറയുന്നുണ്ട്. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഒരു ഹദീസ് പറയുന്നുണ്ട്. ഇബ്നു അജീബ തങ്ങൾ റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവാണ്, വേറെ ഒരു ലക്ഷ്യം അവർക്ക് ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ ലക്ഷ്യം അള്ളാഹു മാത്രമാണ്. അവർ സ്വർഗത്തിൽ കയറിയാൽ തിന്നാനും കുടിക്കാനും അല്ല നോക്കുക, അവർക്ക് റൂയത്തു റബ്ബിഹിം, ആരെ കാണണം? അള്ളാഹിനെ കാണണം. അതിനപ്പുറം അവർക്ക് ലക്ഷ്യമില്ല. അവർക്ക് തീറ്റയും കൂടി ഒന്നും ലക്ഷ്യമില്ല, അവർക്ക് അള്ളാഹിനെ കാണണം. ഇത് ഇഹ്തജബു അൻ റൂയത്തി റബ്ബിഹിം. ഇങ്ങോട്ട് നോക്ക്. ഇത് ഇഹ്തജബു അൻ റൂയത്തി റബ്ബിഹിം വഹും യസ്തഗീസുന മിനൽ ജന്നതി കമാ യസ്തഗീസു അഹ്ലുൻ നാരി മിനൻ നാർ എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു സെക്കൻഡ് അവരെ കണ്ണിൽ നിന്ന് അള്ളാഹുവിന്റെ നോട്ടം മറഞ്ഞു പോയാൽ വഹും യസ്തഗീസുന മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ അവർ അട്ടഹസിക്കും. കമാ യസ്തഗീസു അഹ്ലുൻ നാരി മിനൻ നാർ, നരകത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ വിളിച്ചു കേഴുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ഈ വിഭാഗം വിളിച്ചു കേഴുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവരാരാ? അവരിവിടെ ബഹുമാനപ്പെട്ട സനാഉല്ലാഹ് തങ്ങൾ പറഞ്ഞു, അവർ യഥാർത്ഥ ആലിമീങ്ങൾ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ അൽ ആരിഫൂന ബില്ലാഹ്. ഒരു സെക്കൻഡ് റബ്ബ് അവരുടെ കൺവൃത്തിയിൽ നിന്ന് മറഞ്ഞു പോയാൽ വഹും യസ്തഗീസൂന മിനൽ ജന്ന കമാ യസ്തഗീസു അഹ്ലുൻ നാരി മിനൻ നാർ. അല്ലാഹു അവിടേക്ക് നമ്മൾ എത്തിക്കട്ടെ. ആരിഫിന്റെ ആനന്ദം ഇവിടെ ദിക്റാണ്, അവിടെ ലിഖാണ്. ഇവിടെ ദിക്റുള്ളവൻ അവിടെ ലിഖായിലോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ആരിഫിന്റെ ലക്ഷ്യം അതന്നെയാണ്. ആരിഫിന്റെ ലക്ഷ്യം എന്താ? ലിഖാ തന്നെയാണ്. ആരിഫിന് ഏറ്റവും വലിയ ലക്ഷ്യം, ഏറ്റവും ഒന്നും പറയണ്ട, ആരിഫിന്റെ ലക്ഷ്യം എന്താ? ആരിഫിന്റെ ലക്ഷ്യം അല്ലാഹു തന്നെ.
ووراءها تلك السطور محجب بالحسن كل العز تحت لوائه لو أبصرت عيناك بحر جماله لبذلت منك الروح في إرضائه ما طابت الدنيا بغير حديثه كلا ولا الأخرى بدون لقائه سبحان الله سبحان الله سبحان الله الله توفيق തരട്ടെ അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഒരായുസ് മുഴുവനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ കഹ്ഫിൽ നിന്ന് തന്നെ മോണ്ടും, ആരിഫീങ്ങൾ മോണ്ടിയത്തിൽ നിന്ന് മോണ്ടും, ആരിഫിൽ നിന്നും ആരിഫ് മോണ്ടിയത്തിൽ നിന്ന് മോണ്ടും. ചിന്തിക്കുക, ആരിഫീങ്ങൾ ചിലപ്പോൾ മജ്ദൂബീങ്ങളാവും. എന്താണ് അവർ മജ്ദൂബീങ്ങളാവുന്നത്? അവർ അള്ളാഹുവിന്റെ ഇഷ്കിൽ ലയിച്ചു പോവും. റാബിയത്തുൽ അദവിയ്യ ജെറൂസലേമിൽ വന്നപ്പോൾ ജെറൂസലേമിലെ രാജാവ് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. ആളെ പറഞ്ഞേച്ചു. അപ്പോൾ പറഞ്ഞേ എനിക്ക് താല്പര്യമില്ല. അടുത്താളെ പറഞ്ഞേച്ച് അപ്പോൾ പറഞ്ഞു താല്പര്യമില്ല. അദവി ഗോത്രത്തിലെ നാലാമത്തെ പെൺകുട്ടിയായിരുന്നു മഹദിയായ റബിയ. നാലാമത്തെ കുട്ടിയായതുകൊണ്ട് ഉപ്പ റാബിയ എന്ന് പേരിട്ടു. റാബിയ എന്നാണ് പേരെന്നും അല്ല വേറാണെന്നും അഭിപ്രായമുണ്ട്. ഉപ്പ തന്നെ റാബിയ എന്ന് പേരിട്ടു എന്നും അഭിപ്രായമുണ്ട്. ഉപ്പ മരിച്ചു. പിന്നെ അവര് സാഹിദത്തായി, കുടുംബം പിരിഞ്ഞുപോയി. ഒരു പ്രത്യേക ഘട്ടത്തിൽ ജെറൂസലേമിലെത്തി. ജെറൂസലേമിന്റെ രാജാവ് ബഹരിയെ കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ആളെ പറഞ്ഞയച്ചു. പലവട്ടം ആളെ പറഞ്ഞിട്ട് അവൾ സ്വീകരിച്ചില്ല. അവസാനം രാജാവ് തന്നെ വന്നു. രാജാവ് റാബിയയോട് പറഞ്ഞു, റാബിയ, എനിക്കൊന്നിനുമല്ല റാബിയ, നിങ്ങൾ എന്റെ കിടപ്പ് മുറിയിൽ വരാനല്ല, നിങ്ങൾ എനിക്ക് ഖിദ്മത്ത് ചെയ്യാനുമല്ല. പിന്നെന്തിനാണ്? അള്ളാഹുവിന്റെ ലിഖാഇന്റെ ദിവസം പറയാലോ, ഞാൻ റാബിയയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് നേടാലോ. അള്ളാഹുവിന്റെ ആശിഖത്തായ റാബിയയുടെ ഭർത്താവാവുക എന്ന ഒരു ഭാഗ്യം പരലോകത്ത് എനിക്ക് പറയാലോ. അതിനുവേണ്ടിയാണ് റാബിയ ഞാൻ നിങ്ങളെ കെട്ടാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ എന്റെ കിടപ്പ് മുറികളെ രാത്രിയിലെ ലൈംഗിക സുഖങ്ങൾ കൊണ്ട് ജീവസുറ്റരാക്കൽ അല്ല റാബിയ എന്റെ ലക്ഷ്യം എന്ന് രാജാവ് മഹദിയായ റാബിയത്തുൽ അദവിയ്യ. അപ്പോൾ അവര് ചോദിച്ചാല് ഒന്നും ചെയ്യണ്ട, ഞാൻ നിങ്ങളെ കിടപ്പ് മുറിയിൽ വരേണ്ട. ശരി, വരേണ്ട. മറ്റു ഖിദ്മത്ത് ചെയ്യണ്ട. ശരി, ചെയ്യണ്ട. ഒന്നും ചെയ്യണ്ട. ശരി. പക്ഷെ ഭർത്താവിനെ പ്രേമിക്കൽ ഭാര്യയ്ക്ക് നിർബന്ധാവില്ലേ എന്ന് വെച്ചു. കിടപ്പമുറി വരണ്ട, അത് നിങ്ങൾ വിട്ടു തന്നു, ഒന്നും വേണ്ട. പക്ഷെ ഭർത്താവിനെ പ്രേമിക്കൽ ഭാര്യയ്ക്ക് നിർബന്ധാവില്ലേ എന്ന് വെച്ചു. ഞാൻ അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മാഫി ഖൽബി ബുദ്ദുൻ അൻ ഉഹിബ്ബ ഗൈറ റബ്ബി വഹബീബിയൽ മുസ്തഫ. അല്ലാഹുവിനെയും റസൂലിനെയും അല്ലാത്ത ഒരാളെ സ്നേഹിക്കാൻ ഇവിടെ സ്ഥലമില്ല. അഫ്വൻ, മാപ്പാക്കണം, കഴിയില്ല. അത് സൂഫിയത്താണ്, അത് സാഹിദത്താണ്, അത് ആരിഫത്താണ്. ആരിഫിന്റെ ലക്ഷ്യം അല്ലാഹുവിനെ അറിഞ്ഞവന്റെ ലക്ഷ്യം എന്താ കവി പറഞ്ഞത്? سطور محجب بالحسن كل العز تحت لوائه. ഈ ലോകത്തെ ഏറ്റവും സൗന്ദര്യങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹു, അവനാണ് സൗന്ദര്യങ്ങൾ, എല്ലാ സൗന്ദര്യങ്ങളുടെയും അടിസ്ഥാനം അവനാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അടുത്തേക്ക് സയ്യിദുനാ ജിബ്രീൽ. ഖുർആൻ നിറയെ അല്ലാഹുവിന്റെ സൗന്ദര്യമാണ്. എല്ലാം ഈ കാണുന്നൊക്കെ അല്ലാഹുവിന്റെ അഴകിന്റെ ഭാഗമാണ്. ഈ കാണുന്നതെല്ലാം അള്ളാഹുവിന്റെ അഴകിന്റെ ഭാഗമാണ്. അഴകുണ്ടാക്കിയവൻ അഴകുള്ളവനാണ്. ഇന്നല്ലാഹു ജമീൽ, ഏറ്റവും അഴകുള്ളവൻ അള്ളാഹുവാണ്. അഴകിനെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. എല്ലാം അവന്റേതാണ്. എല്ലാം മഹാനായ സയ്യിദുനാ ജിബ്രീൽ ഒരു ദിക്റുമായി 70 തവണയെങ്കിലും ഒരു ദിവസം ഒരു അബ്ദ് അത് ചൊല്ലിയാൽ ദുനിയാവിലെ പ്രയാസവും ആഖിറത്തിലെ പ്രയാസവും അല്ലാഹു അവന് നീക്കിക്കൊടുക്കുമെന്ന് സയ്യിദുനാ ജിബ്രീൽ. അപ്പോൾ വളരെ സന്തോഷത്തിൽ ആ ഹദീസ് ഏറ്റെടുത്തു മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ദഅവാത്തിന്റെ ബാബിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.
തുടങ്ങുന്നത് തന്നെ യമൻ അൽഹറൽ ജമീൽ, യമൻ അൽഹറൽ ജമീൽ. എല്ലാ അഴകിനെയും വെളിവാക്കിയവനായ അല്ലാഹ് ഈ അഴകുകളെല്ലാം അവൻ ഉണ്ടാക്കിയതാണ്, എല്ലാം അവന്റേതാണ്. ഈ അഴകുകൾ കണ്ടാൽ അതിൽ നിന്ന് പഠിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. ഈ കാണുന്ന എല്ലാത്തിന്റെയും പിന്നിൽ അള്ളാഹു മറഞ്ഞു നിൽക്കുകയാണ്, എല്ലാത്തിന്റെയും അപ്പുറത്താണ് അവൻ. എന്തുകൊണ്ട് അവനെ കാണാൻ കഴിയില്ല? കാണാൻ ആഗ്രഹിച്ചു സയ്യിദുനാ മൂസ. കൊടി സീനായ് മരുഭൂമിയിലെ തുവാമലയുടെ ഏറ്റവും ടോപ്പ് ഓഫ് ദ മൗണ്ടനിലേക്ക് പോയി ഒരിക്കൽ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സമുദ്രനിരപ്പിൽ നിന്ന് 7359 അടി ഉയരെയാണ് അതിന്റെ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ എന്ന് ആധുനിക ജോഗ്രഫിയുടെ ചില ചിന്തകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 7359 അടി മുകളിലേക്ക് പോയി മഹാനായ സയ്യിദുനാ മൂസ അവിടെ ഇരുന്ന് 10 ദിവസം കൂടെ തപസ്സനുഷ്ഠിച്ച് അള്ളാഹുവിനെ ആരാധിക്കാനും നോമ്പ് നോൽക്കാനും അള്ളാഹു തആല കൽപ്പിച്ചു മഹാനായ സയ്യിദുനാ മൂസ. പിന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ മുനാജാത്തിന് അള്ളാഹു തആല യോഗ്യനാക്കി മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുമായി സംസാരിച്ചു. പ്രത്യേകമായ ഒരവാദ്യമായ ഒരവർണ്ണനീയമായ ആ ശബ്ദ സൗന്ദര്യം സ്വീകരിച്ചു സയ്യിദുനാ മൂസ. ശബ്ദ സൗന്ദര്യം ഇങ്ങനെ സ്വീകരിച്ചപ്പോൾ മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടി റുഇയത്തിന് സമയ കിട്ടിയപ്പോൾ റുഇയത്തിന് കൊടിയായി. അത് സ്വാഭാവികമാണ്. ഉണ്ടായാൽ പിന്നെ ആഗ്രഹം വരും. എന്തിന്? റുഇയത്തിന്. കേട്ടപ്പോൾ കൊടിയായി കാണാൻ. അപ്പോൾ പറഞ്ഞു ലൻ തറാനി, ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, ഒരിക്കലും കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഈ ഭൗതികമായ ലോകത്ത് ഈ ഭൗതികമായ കണ്ണുകൊണ്ട് അല്ലാഹുവിനെ കാണാൻ കഴിയുകയില്ല. ഇനി വേണമെങ്കിൽ ആ പർവ്വതത്തിലേക്ക് എന്റെ ആ ദിവ്യപ്രകാശത്തിന്റെ കണികകളുടെ നേരിയ ഒരളവിന്റെ പ്രാരംഭ പ്രകാശം വന്നെത്തിയാൽ അതിന് സംഭവിക്കുന്ന തജല്ല എന്ന വാക്കിന് പ്രകാശത്തിന്റെ പ്രാരംഭ ഭാഗം എന്ന് ചില മുഫസ്സിറുകൾ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക. ആ മല ഞാൻ കണ്ടിട്ടുണ്ട്. ആ മല ഇപ്പോഴും കറുത്ത് കിടക്കുകയാണ്. സീനായ് മരുഭൂമിയിലെ മൊത്തം മലകളും ചുമന്നിട്ടാണ് ഈ മല കറുത്താണ്. എന്തുകൊണ്ട്? ജഅലഹു ദക്ക വഖറ മൂസ സൈഖാ. മോദനഹിതനായി വീണു സയ്യിദുനാ മൂസ. ഫലമ്മ അഫാഖ ഖാല തുബ്തു സുബ്ഹാനക തുബ്തു. നീ പരിശുദ്ധൻ, ഇനി ഞാൻ ആഗ്രഹിക്കൂല. ആര്? സയ്യിദുനാ മൂസ. ഉറക്കെ പറ സയ്യിദുനാ മൂസ. മനുഷ്യന് ഈ ദുനിയാവിൽ അല്ലാഹുവിനെ കാണാൻ കഴിയൂല. എന്തുകൊണ്ട്? മനുഷ്യന്റെ ഈ ലോക ജീവിതം അവന്റെ ജീവിതത്തിന്റെ ശൈശവദശയാണ്. വലിയവർക്ക് ദഹിക്കുന്ന പലതും കുട്ടികൾക്ക് ദഹിക്കൂല. കുട്ടിക്ക് 6 വയസ്സായ കുട്ടിക്ക് ബിരിയാണി കൊടുക്കാം, 10 വയസ്സായ കുട്ടിക്ക് ബിരിയാണി കൊടുക്കാം. 6 മാസമായ കുട്ടിക്ക് ബിരിയാണി കൊടുത്താൽ അന്നാണ് കുട്ടിയുടെ അവസാനം. അള്ളാഹു 70,000 പ്രകാശത്തിന്റെ മറകൾക്കപ്പുറമാണ് അവന്റെ ദാത്ത് എന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ. അതിന്റെ ഒരു നേരിയ ഭാഗമെങ്കിലും, അതിന്റെ ഒരു പ്രകാശ ഭാഗമെങ്കിലും തുറന്നാൽ എന്ന് മുഹമ്മദ് മുസ്തഫ. യാ അല്ലാഹ്, അതിന്റെ നേരിയ ഒരു പ്രകാശത്തിന്റെ വാതിൽ തുറന്നാൽ ഭൗമപ്രപഞ്ചവും എല്ലാം കത്തിക്കരിഞ്ഞു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതവന്റെ അഴകിന്റെ സമ്പൂർണതയാണ്. بالحسن كل العز تحت لوائه لو أبصرت عيناك بعض جماله لبذلت منك الروح في إرضائه لو أبصرت عيناك بعض جماله. അള്ളാഹുവിന്റെ അഴകിന്റെ അല്പഭാഗമെങ്കിലും നീ മനസ്സിലാക്കിയാൽ ലബദൽത മിൻക റൂഹ, നീ നിന്റെ റൂഹ് തന്നെ അള്ളാഹിനെ പൊരുത്തപ്പെടിക്കാൻ ചെലവഴിക്കും. നിങ്ങൾ വളരെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഈ പരിപാടിക്ക് വന്നവരെല്ലാം വന്നപ്പോൾ തന്നെ ചെറിയൊരു വെള്ളം കുടിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം കൊടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു, ഇനി ഇപ്പോഴും കൊടുക്കും. ഇവിടെ ഒരാളുണ്ടായിരുന്നു, മഞ്ചേരിയുടെയും അരീക്കോടിന്റെയും ഇടയിൽ തൃപ്പനച്ചി എന്ന സ്ഥലത്ത് ഒരാളുണ്ടായിരുന്നു. ഏകദേശം 5-8 വർഷം മുമ്പ് ആള് മരിച്ചുപോയി. ആ ആൾ ആരിഫായിരുന്നു. ഈ ആളുടെ പ്രത്യേകത എന്താ? ഈ ആള് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഖാദിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം 1 ഗ്ലാസ് ചായ കുടിക്കും, 1 ദിവസം 1 ഗ്ലാസ് ചായ കുടിക്കും.
ചിലപ്പോൾ ഒരു ചായ ആ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതിന്റെ അല്പഭാഗം കുടിച്ചിട്ട് ആ ചായ കൊണ്ടുവന്ന ആൾക്കാരെ അങ്ങോട്ടും കൊടുക്കും, ഒരല്പം കുടിക്കും. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ ലദ്ദത്തിലാണ്. ലൗ അബ്സറത ഐനാക ബഅദ ജമാലിഹി ലബദൽത മിൻക റൂഹ ഫീ ഇർളാഇഹി. ഒരല്പമെങ്കിലും അഴകിനെ നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നീ നിന്റെ റൂഹ് തന്നെ സമർപ്പിച്ചു, നീ എല്ലാം കൊടുത്തു, എല്ലാം. ചിന്തിക്ക്, 5 ഊഖയൊക്കെ വാങ്ങി മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് 5 ഔൺസ് സ്വർണ്ണ നാണയങ്ങൾക്ക് വാങ്ങി. 5 ഊഖയ സ്വർണ്ണ നാണയത്തിന് വാങ്ങി സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ങി. സിദ്ദീഖുൽ അക്ബർ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ യജമാനൻ ഉമയ്യത്ത് ഇബ്നു ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി പിന്നീട് കച്ചവടമൊക്കെ നടന്നതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കറെ, നീ എന്നോട് വാശി പിടിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഒരാവശ്യമില്ലാത്തൊരു അടിമയാണ് ഇവൻ ഞങ്ങൾക്ക്. ഞങ്ങൾ 1 ഔൺസ് സ്വർണത്തിനും ഇവനെ വിൽക്കാൻ നിൽക്കുമ്പോഴാണ് നീ അവനെ 5 ഔൺസ് സ്വർണത്തിന് വാങ്ങിയത് എന്ന് ഉമയ്യത്ത് ഇബ്നു ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സിദ്ദീഖ് പറഞ്ഞു, ലൗ അഖൽതഹു വമാ അഅതൈത വമാ അഅതൈതഹു ലി ഹത്താ അൻ അദ്ഫഅക 100 ഊഖിയ. നീ വാശി പിടിച്ചു, 5-ലായില്ല, പിന്നെ 6 പറഞ്ഞു, 6-നും തരില്ല എന്ന് പറഞ്ഞു, 10 പറഞ്ഞു, 10-നും തരില്ല എന്ന് പറഞ്ഞു, 20 തരില്ല എന്ന് പറഞ്ഞു. 1000 ഒട്ടകങ്ങൾക്കുള്ള വിലയാണ് ഈ വലിയ സ്വർണ്ണ നാണയം, ഇതൊന്നും നീ തരില്ല എന്ന് പറഞ്ഞ് അവസാനം നീ പറഞ്ഞു എത്ര വേണം? 100 ഊഖിയ, 100 ഔൺസ് സ്വർണം തരണം. ബിലാൽ എന്ന ഈ കറുകറുത്ത മനുഷ്യനെ ഞാൻ അങ്ങോട്ട് തരണമെങ്കിൽ 100 ഔൺസ് സ്വർണം തരണം എന്ന് പറഞ്ഞാൽ ലഅതൈതുഹാ ലഹു ഹുബ്ബൻ ഫില്ലാഹ്, ഹുബ്ബൻ ഫില്ലാഹ്. ഈ മനുഷ്യന്റെ ഉള്ളിൽ അല്ലാഹു ഉണ്ട്. ഈ മനുഷ്യനെ 100 ഔൺസ് സ്വർണത്തിന്റെ പേരിൽ നീ വാശി പിടിക്കുകയാണെങ്കിലും ഞാൻ ആ 100 ഔൺസ് സ്വർണവും തന്നെ അയാളെ മോചിപ്പിക്കുമായിരുന്നു എന്ന് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് ലബദൽത മിൻക റൂഹ ഫീ ഇർളാഇ. എന്തും ചെലവഴിക്കും, എന്തും. ഞാൻ നീട്ടുന്നില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. ഇതൊരു തുടക്കമാണ്. ഇത് ആയുസ് മുഴുവനും പറയണമെന്നാണ് എന്റെ ആഗ്രഹം. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഗുണകാംക്ഷികളായ ചില ആളുകൾ കെട്ടിയുണ്ടാക്കി തന്ന ഒരു വേദിയാണിത്. ഇത് അല്ലാഹു എന്ന് പറയാനുള്ള വേദിയാണ്. എല്ലാ ആഴ്ചയും ഇൻഷാ അല്ലാഹ് രാവിലെ ഈ പരിപാടി അല്ലാഹു ആയുസ്സും ആരോഗ്യവും തരുന്ന കാലം അത്രയും അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജാതി മതഭേദമന്യേ എല്ലാവർക്കും അല്ലാഹു തന്നെയല്ലേ? യഥാർത്ഥ ആരാധ്യനാണ് അല്ലാഹു. മനുഷ്യൻ എന്ന് മതമെന്ന് പറഞ്ഞാൽ പരസ്പരം വാളെടുക്കുന്ന വേദിയാണ്. നമ്മുടെ രാജ്യം ഏറ്റവും ഭയാനകമായ 2 കാര്യത്തെ അഭിമുഖീകരിക്കുകയാണ്. ഒന്ന് വർഗീയവാദം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മതം എന്ന് ദൈവിക ചിന്ത പറയുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ദൈവിക ചിന്ത ഇല്ലാതെയായതാണ് വർഗീയവാദം വളരാനുള്ള അടിസ്ഥാന കാരണം. രണ്ടാമത്തേത് ഭീകരവാദം, തീവ്രവാദം. എന്താ തീവ്രവാദത്തിന്റെ അടിസ്ഥാനം? അല്ലാഹു എന്ന ചിന്ത ഇല്ലാതായതാണ്. മനുഷ്യൻ നന്മ ചെയ്യുന്നു, തിന്മയും ചെയ്യുന്നു. ഒരേ സമയത്ത് നന്മ ചെയ്യുന്നു, തിന്മ ചെയ്യും. എന്താ കാരണം? ആരാധനകൾ കേവലമുള്ള ആട്ടങ്ങളായി മാറുന്നു. മഅരിഫത്തിന്റെ ബാബ് അതിൽ തുറക്കാൻ കഴിയുന്നില്ല. എനിക്ക് വേണ്ടി, എന്റെ ദിക്റിന് വേണ്ടി നീ ആരാധിക്കുക, എനിക്ക് വേണ്ടി, എന്നെ സ്മരിക്കാൻ വേണ്ടി. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ ഒരു പ്രൗഢമായ, അള്ളാഹു എന്ന് പറയപ്പെടുന്ന പ്രൗഢമായ ഒരു മജ്ലിസാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബഹ് നിസ്കരിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ മുമ്പ് കഴിയുന്നവരാണെങ്കിൽ അതിൽ മുമ്പ് പുറപ്പെടുക, ഒരു നല്ല നിയ്യത്ത് ചെയ്യുക. ഏതാ ഏറ്റവും വലിയ നിയ്യത്ത്? അള്ളാഹുവിന്റെ കബൂലിയത്താണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഇന്നൊരല്പം നേരം വൈകും അവസാനിക്കാൻ നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ഇത് തുടങ്ങാനുള്ള താമസം കൊണ്ട് അവസാനിക്കാൻ ഒരല്പം നേരം വൈകും. ഇതൊരു പ്രത്യേക മജ്ലിസാണ്. ഇതിലെല്ലാവരും പങ്കെടുക്കണം. ഇതിൽ അവസാനം ഒരു ചെറുതാണെങ്കിലും ദ്വാ നടത്തിപ്പോണം. ആ ദ്വായിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ രാജ്യം ഭയാനകമായ വിപത്തിനെ അഭിമുഖീകരിക്കുകയാണ്. നീതിമാന്മാർ ഭരണാധികാരികളാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരേത് പാർട്ടിയായാലും, ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ, നീതിമാന്മാർ ഭരണാധികാരിയാവണം. കരുണയുള്ളവർ ഭരണാധികാരിയാവണം. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിലിരിക്കുന്നവർക്ക് അല്ലാഹു നീതി നൽകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നീതി നൽകട്ടെ. അല്ലാഹു അല്ലാത്ത ഒരാളോടും പറയാനില്ല, ഒന്നും പറയാനില്ല.
മാത്രമല്ല ലോകം മുഴുവനും നിങ്ങൾ വലിച്ചു വാരുന്ന ഒരു കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, ഞങ്ങൾ കുറവായതുകൊണ്ടോ? ല ബൽ അൻതും കസീർ, ധാരാളം ഉണ്ടാവും. പക്ഷേ വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ ലയൻസിഅന്ന അല്ലാഹു മിൻ സുദൂരി അദുവികുമുൽ മഹാബത മിൻകും വലയഖ്ലിഫന്ന ഫീ ഖുലൂബികുമുൽ വഹൻ. قالوا وما الوهن يا رسول الله قال حب الدنيا حب الدنيا حب الدنيا حب الدنيا. എല്ലാവർക്കും നിങ്ങളെ പറ്റിയുള്ള പേടിയെടുത്തു. ഒരാൺകുട്ടി വന്നു, അള്ളാഹുവിന്റെ ആരിഫായ ഒരാൺകുട്ടി ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം ആളുകൾ, ശരഭങ്ങൾ വിളക്കിലേക്ക് വീടും പോലെയാണ് 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് വീണത്. ഒരു ആരിഫ് ഇന്ത്യയിൽ വന്നപ്പോൾ, ആ ആരിഫിന്റെ മാസമാണല്ലോ റജബ്. ഏതാണ് ആരിഫ്? സുൽത്താനുൽ ഹിന്ദ് ഖാജ. വെറും ഖാജ എന്ന് പറയല്ല, സുൽത്താനുൽ ഹിന്ദ് ഖാജ, സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി. സലീം ചിശ്തിയോട് അക്ബർ പോയി പറഞ്ഞു, എനിക്ക് കുട്ടികളില്ല. അപ്പോൾ പറഞ്ഞു, രാജാവിനോട് പോയി പറ. അപ്പോൾ അക്ബറിന് മനസ്സിലായില്ല, അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാജാവ് അക്ബറാണ്. അക്ബർ ഇങ്ങനെ കണ്ണും വീഴ്ച നിന്നു, രാജാവിനോട് പറയേ. അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഖലീഫയുണ്ട് ഇന്ത്യയിൽ, അത് മറ്റാരുമല്ല, അത് ഖാജ മുഈനുദ്ദീനാണ്, അവിടെ പോയി പറയാന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് ദുആ ചെയ്തു. അപ്പോൾ പിറ്റേ വർഷം കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് സലീം ചിശ്തിയുടെ ഓർമ്മക്കുട്ട പേരാണ്. ജഹാംഗീറിന്റെ അടിസ്ഥാന നാമം സലീം എന്നാണ്. ചിന്തിക്ക്. ആ കുടുംബത്തിൽ പിന്നെ ആരിഫായിരുന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിലിരുന്നവർ ആരിഫീങ്ങൾ പോലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മുഹമ്മദ് എന്ന പേരിൽ ഒരു വേലക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് വിളിക്കൂല, വിളിക്കേണ്ടി വന്നാൽ ഉറുവെടുത്തു വരുമായിരുന്നു. ആര്? ഔറംഗസീബ്. എന്തുകൊണ്ട്? മുഹമ്മദ് എന്ന് പേര് ശരിക്കണമെങ്കിൽ ഉളു ചെയ്യണമെന്ന ചിന്താഗതിക്കാരനായിരുന്നു. ആര്? ഔറംഗസീബ്. ഔറംഗസീബിന്റെ പെങ്ങളാണ് ജഹനാര. ജഹനാര മരിച്ചപ്പോൾ വസിയത്ത് ചെയ്തത്, എന്റെ ഖബറിന്റെ മുകളിൽ രാജാവിന്റെ മോളാണെന്ന് എഴുതരുത്, ഞാനൊരു ആരിഫത്താണ്, ഞാൻ ചിശ്തിയുടെ മുരീദത്താണ്, ഞാൻ ആരിഫത്താണ്, അള്ളാഹുവിന്റെ ആരിഫത്തായ ഫഖീറത്താണ്, ഫഖീറത്തുൻ ഇലല്ലാഹ് എന്ന് എന്റെ ഖബറിന്റെ മുകളിൽ എഴുതി വെക്കണമെന്ന് ജഹനാര വസിയത്ത് ചെയ്തതായി മാതൃഭൂമി പോലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചിന്തിക്ക്. എന്നെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് അള്ളാഹുവിലേക്കുള്ള ഒരു യാത്രയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു നിയത്ത് ചെയ്തു വരിക. ഏറ്റവും വലിയ നിയത്ത് എന്താ? നമ്മൾ നന്നാവുവെന്ന്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ നിലനിർത്തണമേ റബ്ബേ. തകർക്കാൻ വർഗീയവാദികൾ ശ്രമിച്ചാൽ അവരെ പരാജയപ്പെടുത്തണമേ റബ്ബേ. ഈ സമുദായത്തിന്റെ പേരിൽ ആരൊക്കെ ഭീകരവാദം പറഞ്ഞാലും അള്ളാഹ് അവനെ നീ പരാജയപ്പെടുത്തണമേ റബ്ബേ. ചില്ലറ ഭീകരവാദികളും തീവ്രവാദികളും ഈ സമുദായത്തിന്റെ പേര് വൃത്തികേടാകാൻ കാരണമാകരുതേ അള്ളാഹ്. ലോകരാജ്യങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കണമേ റബ്ബേ. അള്ളാഹുവെ, ന്യൂസിലാൻഡിൽ സംഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ ഒരിടത്തും സംഭവിക്കരുതേ റബ്ബേ. അവിടെ മരിച്ചുപോയ ആളുകൾക്കെല്ലാം ശുഹദാഇന്റെ പദവി നൽകണമേ റബ്ബേ. അള്ളാഹുവർക്ക് ശുഹദാഇന്റെ പദവി നൽകണമേ റബ്ബേ. പക്ഷെ അതിനുശേഷം ആ ഭരണകൂടം ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ചെയ്തിട്ടുള്ള സ്നേഹമസൃതമായ, ഇസ്ലാമിനെയും മുസ്ലിമിനെയും സ്നേഹമസൃതമായ കൈകൾ കൊണ്ട് അവർ വരിഞ്ഞത് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അള്ളാഹുവെ, ആ രാജ്യത്തിന് റഹ്മത്ത് തുറന്നു കൊടുക്കണമേ റബ്ബേ. ആ ഭരണാധികാരികൾക്ക് നീ കൃപ ചെയ്യണമേ റബ്ബേ. അവരെ മനസ്സിനും നീ വെളിച്ചം കൊടുക്കണമേ തമ്പുരാൻ. അള്ളാഹുവെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് മുത്ത് റസൂൽ മുസ്തഫ അറേബ്യയിൽ പറയുന്നതിന് മുമ്പ് കോടിക്കണക്കായ മനുഷ്യർ ശത്രുക്കളായിരുന്നു. പിന്നീട് എല്ലാവരും ഏകോദര സഹോദരങ്ങളായി. ഇന്ന് ഈ കലിമത്തിന്റെ പിന്നിൽ പോലും ഞങ്ങൾ തർക്കിക്കുകയാണ്. ആരിഫീങ്ങളും സാലിഹീങ്ങളും മുത്തഖീങ്ങളും കണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സൗന്ദര്യം ഒരു നൂറ്റാണ്ടായി മലയാളികൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇതിന് പരിഹാരം ഉണ്ടാക്കണമേ റബ്ബേ. മുൻകാലികൾ ഏതൊരു ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മടങ്ങിയോ അതിലേക്ക് മടങ്ങാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ഞങ്ങൾ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളെ പുതിയ തലമുറയാണ്. അവർ നശിച്ചു പോകരുതേ പ്രശ്നം. അല്ലാഹുവേ, അവർ നശിക്കരുതേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെയൊക്കെ മക്കൾ ഉണ്ടവരുണ്ട്, ഇവിടെയുള്ളവരുണ്ട്, വീട്ടിലുള്ളവരുണ്ട്, സ്ഥാപനങ്ങളിലുള്ളവരുണ്ട്. അവർ സാലിഹാക്കണമേ റബ്ബേ, മുത്തഖീങ്ങളാക്കണമേ റബ്ബേ. ഈ ദീനിന്റെ വെന്നിക്കുടി ഏറ്റെടുത്തുയർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന ധീരന്മാരായ ഉലമാവും മറാവും അള്ളാഹുവെ ഞങ്ങളെ പിന്നിൽ നിന്നുണ്ടാകണമേ തമ്പുരാൻ. ഞങ്ങൾക്ക് ഊർജം നൽകിയ മഹാന്മാരായ മുത്തഖീങ്ങളായ ഉലമാ സുലഹാഇന് പ്രത്യേക മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. ഞങ്ങളെ വാപ്പമാർക്ക് പ്രത്യേക മഗ്ഫിറത്ത്, ഉമ്മമാർക്ക് പ്രത്യേക മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. അള്ളാഹുവെ, ഈ വേദിയിൽ ദുആ ചെയ്യണമെന്ന് ആരുദ്ദേശിച്ചോ അവരുടെ എല്ലാ ഹലാലായ സാധിപ്പിക്കണമേ റബ്ബേ. രോഗികൾക്ക് ശിഫ നൽകണമേ റബ്ബേ. അല്ലാഹ്,
മുത്ത് മുഹമ്മദ് മുസ്തഫ മദീനയിൽ വന്നപ്പോൾ മലമ്പനിയെ ജുഹഫയിലേക്ക് ഓടിച്ചു എന്ന ഹദീസിലുണ്ടല്ലോ. ഇന്ന് കേരളത്തിന്റെ മഹാമാരി ക്യാൻസറാണ്. അത് അറബിക്കടലിലേക്ക് വലിച്ചെറിയണമേ പഠിച്ചു. അല്ലാഹ് രക്ഷിതാവേ, കേരളത്തിന്റെ മഹാമാരി ഇന്ന് ക്യാൻസറാണ്. അത് നാട്ടിൽ നിന്ന് എടുത്തു കളയണമേ. ഒരു കാലത്ത് എവിടെയും വസൂരി ഉണ്ടായിരുന്നു, അത് നീ നീക്കി തന്ന ഈ നാടിനെ നീ അലങ്കരിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാഹ്, ഞങ്ങളെ വീണ്ടും ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ വിഷയം ക്യാൻസറാണ്. ഇത് നീ പരിഹരിക്കണമേ റബ്ബേ, നീ പരിഹരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ മുഖം വെളുത്തവരായി ഹയാത്താക്കണമേ റബ്ബേ. അല്ലാഹുവേ, ലോകത്തെ ഏറ്റവും എല്ലാ സ്വാലിഹീങ്ങളെ മജ്‌ലിസിലും ആ ദുആയിൽ ഞങ്ങളെ കൂട്ടണമേ റബ്ബേ. ഞങ്ങളെ ദുആയിൽ എല്ലാ സ്വാലിഹീങ്ങളെയും കൂട്ടണമേ റബ്ബേ. അഹ്ലു ബൈത്ത് ഒരിക്കലും ഞങ്ങളോട് ദേഷ്യപ്പെടരുത് റബ്ബേ. അല്ലാഹുവേ, അവരുടെ കാലിന്റെ ചുവട്ടിൽ റഅസ് വെച്ച് കൊടുത്ത് ഈ സമുദായം അത്ര കരുത്തുള്ള സ്വാലിഹീങ്ങളായ ഉലമാക്കളായ അഹ്ലു ബൈത്തിനെ കൊണ്ട് ഈ നാടിനെ വീണ്ടും പ്രൗഢമായി അലങ്കരിക്കണമേ റബ്ബേ. അഇസ്സത്തിൻ അലൽ മുഅ്മിനീന അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീന യുജാഹിദൂന ഫീ സബീലില്ലാഹി ലാ യഖാഫൂന ലൗമത ലാഇം. അങ്ങനെയുള്ള മഹാന്മാർ ഞങ്ങളുടെ നാട്ടിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകണമേ തമ്പുരാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടം നഷ്ടപ്പെട്ടു പോകരുത് റബ്ബേ. അല്ലാഹു ആലിമീങ്ങളെ ഇൽമിന് ബർക്കത്ത് ചെയ്യണമേ റബ്ബേ. അവരെ നാവ് സത്യം പറയുന്ന നാവാക്കണമേ റബ്ബേ. അവരൊരാളെയും ഭയപ്പെടാതെ നേര് പറയണമേ റബ്ബേ. ദുനിയാവിൽ കോടീശ്വരന്മാരായി വാഴണമെന്ന പൂതി ഞങ്ങൾക്കില്ല, ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളെ കൽബിൽ നിന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പോക്കിക്കളയണമേ റബ്ബേ. എന്നാൽ അന്നുള്ള വകക്ക് ഞങ്ങൾ പരാജയപ്പെടരുതേ റബ്ബേ. ഒരു നേരത്തെ അന്നല്ലാതെ ഞങ്ങൾ അടുക്കള ദരിദ്രമാകരുതേ റബ്ബേ. ഈ കാണുന്ന അലങ്കാരമൊക്കെ ഇവിടെ കിട്ടാൻ കാരണം ഗൾഫിലെ അധ്വാനിക്കുന്ന മനുഷ്യ സഹോദരങ്ങളാണ്. അവർ സാമ്പത്തിക മാന്യത്തിന്റെ മുന്നിൽ കഷ്ടപ്പെടുകയാണ്. ഇത് പരിഹരിക്കണമേ അല്ലാ, ഇത് പരിഹരിക്കണമേ അല്ലാ. ഇത് പരിഹരിച്ച് അവർ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഖൈറും ബറക്കത്തും ഇസ്സത്തും എല്ലാം തുറന്നുകൊടുത്ത് വീണ്ടും അവർ സന്തോഷിക്കണമേ റബ്ബേ. ഈ പ്രശ്നങ്ങളെ പരിഹരിക്കണമേ റബ്ബേ. ഞങ്ങളെ കുട്ടികൾ പരീക്ഷ എഴുതി തീർന്നില്ല. അവർക്ക് നീ നല്ല വിജയം കൊടുക്കണം, നല്ല കസേരയും നല്ല ഉപരിപഠനവും നൽകണമേ തമ്പുരാൻ. എല്ലാ ഖൈറും ഞങ്ങൾക്ക് നീ തുറന്നു തരണമേ റബ്ബേ. അല്ലാഹുവേ, ഇത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവേ ഒരാളിലല്ലെങ്കിൽ ഒരാളിൽ സുലഹാക്കള നാവിലൂടെ നിലനിർത്തണമേ റബ്ബേ. ഞങ്ങൾ യോഗ്യരല്ലെങ്കിലും ഞങ്ങൾ നീ യോഗ്യരാക്കണമേ പഠിച്ചവനെ. നീ തൗഫീഖ് നൽകണമേ റബ്ബേ. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم وصل وبلغ مثل ثواب ما قرأناه وما صليناه وما مدحناه وما هللناه بعد القبول منا أولا إلى حضرة روح شفيعنا ونبينا مصطفى محمد صلى الله عليه وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أهل بيته الطيبين الطاهرين وآله وعترته وأزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الحق كلهم أجمعين. اللهم زد لهم تشريفا وتعليما وتمجيدا وتكريما لديك يا الله. اللهم يسر أسيرنا وسهل أمورنا واقض حوائجنا وأد ديوننا واشف مرضانا يا شافي الأمراض. اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم عفرة من عفر النيران. اللهم اجعلنا وإياهم ممن استوجب شفاعة نبيك سيدنا محمد صلى الله عليه وسلم. اللهم نور قلوبنا بمحبة نبيك سيدنا محمد صلى الله عليه وسلم. اللهم طهر قلوبنا بأنوار معرفتك يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. اللهم اجعلنا من عبادك الصالحين. اللهم اجعلنا من عبادك الصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ثبت أقدامنا على أهل السنة والجماعة وانصرنا على القوم البدعة والضلالة. آمين برحمتك يا أرحم الراحمين.